അൻവർ ഉയർത്തിയ വിഷയങ്ങൾ CPM നേതാക്കളിൽ സ്വാധീനം ചെലുത്തില്ല, MLA-മാരടക്കം വരുമെന്ന് പറഞ്ഞെടുത്ത് ആരും വന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനപ്പുറം അണികളെ സ്വാധീനിക്കാൻ കഴിഞ്ഞോ? അങ്ങനെയൊരു സ്വാധീനം ചേലക്കരയിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ PV അൻവറിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ CPM-ൽ നിന്നും ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇത് CPM അണികൾക്കിടയിൽ അത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടില്ല. ഇനി UDF-ലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആര്യാടൻ ഷൗക്കത്തും VS ജോയും തമ്മിൽ ഈ സ്ഥാനാർത്ഥിത്വ മത്സരത്തിനുണ്ട് എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ UDF-നകത്ത് നിലമ്പൂരിൽ ആ വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്തും PV അൻവറും തമ്മിലുള്ള വൈരം എന്നുള്ളത് വർഷങ്ങളായുള്ള വൈരമാണ്. അവിടെ ആര്യാടൻ മുഹമ്മദ് അടക്കി വാണിരുന്ന മണ്ഡലമാണ്. 29 വർഷത്തോളം അദ്ദേഹം അവിടുത്തെ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിൽ പിന്നീട് മത്സരിക്കും. ആര്യാടൻ മുഹമ്മദിന് ശേഷം ആര്യാടൻ ഷൗക്കത്ത് വരുന്ന സമയത്ത് ആ മത്സരത്തിൽ PV അൻവർ ജയിക്കുന്നു. അതിൽ നല്ല ഭൂരിപക്ഷം കിട്ടുകയും ചെയ്യുന്നു. ഇടത് സ്വതന്ത്രനായി വരുന്നു. രണ്ടാമത്തെ മത്സരം 2021 ആകുമ്പോഴേക്കും ആ ഭൂരിപക്ഷമില്ല. യഥാർത്ഥത്തിൽ CPM-ന് നല്ല വേരുള്ള സ്ഥലം, അല്ലെങ്കിൽ CPM-ന് നല്ല അടിത്തറയുള്ള സ്ഥലമാണ് നിലമ്പൂർ. അവിടെ സഖാവ് കുഞ്ഞാലിയുടെ മണ്ണ് എന്ന് CPM എപ്പോഴും പറയുന്നത്. മലപ്പുറത്ത് ഏറ്റവും വേരുള്ള സ്ഥലം തന്നെയാണ് നിലമ്പൂർ. അപ്പോൾ ആ വോട്ടും പ്ലസ് ലീഗ് വിരുദ്ധ അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകളും കൂടി ചേർന്നിട്ടാണ് അൻവറിന് നല്ല ഭൂരിപക്ഷം ലഭിച്ചിരുന്നത്.